എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ കഥാനായകൻ ഇസക്കയാണ് കാണിക്കുക. ആള് സ്റ്റൈലായിട്ട് ഇപ്പൊ അങ്ങനെ ചുറ്റും നോക്കും. അപ്പൊ ഒരു കൊച്ചു പയ്യനെ കുറെ ആൾക്കാർ ചേർന്ന് ഇപ്പൊ റാഗ് ചെയ്യുന്ന കാണും. അവനത് സഹിക്കില്ല. അവൻ ഓടിച്ചെന്ന് അവരുമായിട്ട് ഫൈറ്റ് ഇടാൻ തുടങ്ങും. അങ്ങനെ അടി ഇടി ബഹളം. ഇടിയുടെ അവസാനം ഇപ്പൊ നമ്മുടെ ആളാവട്ടെ ഫ്യൂസ് പോയി അങ്ങനെ കിടക്കാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ ആവട്ടെ വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ഗ്രാമത്തിൽ ഇറങ്ങിയ വലിയൊരു മോൺസ്റ്ററിനെ കാണാനായി അതിന്റെ അടുത്തേക്ക് ഓടാണ്. ആ ഒരു മോൺസ്റ്റർ അവിടെ മുഴുവൻ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ഒരു പഴയ സ്റ്റോറി പറയും. വർഷങ്ങൾക്ക് മുൻപ് ചൈനയിലെ ച്വാങ്ചിങ് എന്നൊരു ഗ്രാമത്തില് എന്റെ സ്വത്ത് കുട്ടികളെ പോലെ ഒരു തക്കടുമുണ്ടൻ ജനിച്ചു. അവൻ ജനിച്ചപ്പോ തന്നെ സൂപ്പർ പവറോട് കൂടിയാണ് ഭൂമിയിലേക്ക് വന്നത്. പിന്നീട് ജനിച്ച ഓൾമോസ്റ്റ് 80% കുഞ്ഞുങ്ങളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സൂപ്പർ പവർ ഉള്ളവരായിരുന്നു. അവരാണ് പിന്നീട് ഭൂമിയില് സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സായി മാറിയത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ആ ഒരു ഭീകരജീവി അതാ ഗ്രാമം മുഴുവൻ ഇപ്പൊ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില സൂപ്പർ ഹീറോസ് ചേർന്ന് അതിനെ നശിപ്പിക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മോൺസ്റ്ററിനെ കാണാൻ ഇപ്പൊ ഒരുപാട് പേര് അവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്. പോലീസ് അവിടെയുള്ള ജനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യും. പക്ഷെ നമ്മുടെ ആള് ഇപ്പൊ നൈസായിട്ട് നുഴഞ്ഞു കയറി ആ ഒരു മോൺസ്റ്ററിന്റെ കൂടുതൽ അടുത്തേക്ക് വരും. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചുന്ദരി പെണ്ണുങ്ങള് അവര് കൈയൊക്കെ അടിച്ച് ഇപ്പൊ ആർപ്പ് വിളിക്കാൻ തുടങ്ങും. അത് കണ്ട് ഹീറോ ഇവരെന്നെ കണ്ടിട്ടായിരിക്കോ കൈയടിക്കുന്നെന്ന് പറഞ്ഞ് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടില് ഒരു സൂപ്പർ ഹീറോയെ കാണുക. അവൻ ചാടി വന്ന് ആ ഒരു മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു സൂപ്പർ ഗേള് അവൾ അങ്ങനെ പറന്നു വന്ന് ആ ഒരു മോൺസ്റ്ററിനെ ഇപ്പൊ ചവിട്ടി തൊഴിക്കും. ചവിട്ടി തെറിപ്പിച്ച് അതിനങ്ങനെ ദൂരത്തേക്ക് ഓടിക്കും. നമ്മുടെ ആദ്യം വന്ന സൂപ്പർ ഹീറോ അവൻ ചമ്മി ഐസായിട്ട് ഒരു സൈഡിൽ കൂടെ പോവും. അവിടെ ചുറ്റും കൂടിയ മീഡിയാസ് എല്ലാം തന്നെ സൂപ്പർ വുമന്റെ ഫോട്ടോ അത് ഒരുപാട് എടുക്കാൻ തുടങ്ങും. കാരണം ഇങ്ങനെ സൊസൈറ്റിയിലേക്ക് വരുന്ന മോൺസ്റ്റേഴ്സിനെ നശിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സൂപ്പർ ഹീറോസിന് ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചെക്കൻ അവിടെ നടന്ന ഫൈറ്റും സ്റ്റണ്ടും എല്ലാം തന്നെ ഇപ്പൊ നോട്ട്സ് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മുടെ ചെക്കന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സൂപ്പർ ഹീറോ ആയി മാറണം എന്നത്. അപ്പൊ ഹീറോയുടെ അടുത്തേക്ക് ഒരു മൊട്ടമാമൻ വന്നിട്ട് പറയും, ഉറപ്പായിട്ടും നീ ഒരു സൂപ്പർ ഹീറോ ആവും. അത് കേട്ട് നമ്മുടെ ആളും കണ്ണു തള്ളി ഒരുപാട് സന്തോഷത്തില് അങ്ങനെ നിൽക്കാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ സ്കൂൾ കാണിക്കാണ്. ടീച്ചർ പറയും, ഇത് 3rd ഇയർ ആണ്. ഇവിടെയാണ് നിങ്ങളുടെ ക്രൂഷ്യൽ സിറ്റുവേഷൻ. നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഹീറോ കോഴ്സ് എടുക്കണമെന്ന് പറയുമ്പോ അത് കേട്ട് ഒരുപാട് സന്തോഷമായി കുട്ടികളെല്ലാവരും ഇപ്പൊ തുള്ളിച്ചാടാൻ തുടങ്ങും. അപ്പൊ ഒരു ചപ്പർത്തലൻ അവൻ പറയും, ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയിൽ ജയിക്കും. എനിക്ക് സൂപ്പർ പവർ ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും നെക്സ്റ്റ് സ്കൂളില് എനിക്ക് അഡ്മിഷൻ കിട്ടും. അതേസമയം ഹീറോ ആവട്ടെ അവൻ ഒരുപാട് സാഡ് അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കാരണം നമ്മുടെ ആൾക്ക് ഒരു സൂപ്പർ പവർ പോലും ഇല്ല. അപ്പൊ ടീച്ചർ ഇപ്പൊ ഹീറോയോട് ചോദിക്കും, നിനക്കും ആ ഒരു സ്കൂളിലേക്ക് പോകാനാണോ താല്പര്യം? അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും ഇപ്പൊ ചിരിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ ഹീറോയ്ക്ക് സൂപ്പർ പവർ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഹീറോയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്ന് അടുത്തുണ്ടായിരുന്ന ചപ്രത്തലേന്റെ തലയ്ക്ക് ഒരൊറ്റ അടി. അതിന് ചപ്രത്തലേന് കലി കയറി, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ദേഹത്ത് കൈവെക്കും. ഹീറോ ആവട്ടെ അവൻ ഒരു സെക്കൻഡ് പേടിച്ച് ഇപ്പൊ അവൻ ആലോചിക്കും. അവന് ചെറുപ്പം മുതലേ ഒരു സൂപ്പർ ഹീറോ ആവാനായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. കട്ട് ചെയ്താ ഇപ്പൊ ചപ്രത്തലയൻ അവനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് അവൻ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ടൗണില് മറ്റൊരു മോൺസ്റ്റർ ആവട്ടെ ഒരു കടയിൽ കയറി ഒരുപാട് മോഷണമൊക്കെ നടത്തി അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരു ബ്രഹ്മാണ്ഡ സൂപ്പർ ഹീറോ ഇപ്പൊ ആ ഒരു മോൺസ്റ്ററിന്റെ പിന്നാലെ ഓടും. നെക്സ്റ്റ് ഡേ ഇപ്പൊ ഹീറോ ആവട്ടെ അവൻ ഫോണില് ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു മോൺസ്റ്റർ അറ്റാക്കിനെ കുറിച്ച് ഇപ്പൊ ന്യൂസിൽ കാണും. ഹീറോ ആ ന്യൂസ് ഒക്കെ വായിച്ച് അവന്റെ ബുക്സ് ഒക്കെ എടുത്ത് ഇപ്പൊ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ആ ഒരു ചപ്രത്തലയൻ അവൻ ഹീറോയുടെ ആ ഒരു പേഴ്സണൽ ഡയറി അത് തട്ടിപ്പറിച്ച് ഹീറോ സൂപ്പർ ഹീറോസിനെ കുറിച്ച് എഴുതിയ എല്ലാ കാര്യങ്ങളും ഇപ്പൊ വായിക്കാൻ തുടങ്ങും. ചപ്രത്തലയനാവട്ടെ അതിനുള്ളിൽ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും ഉച്ചത്തിൽ വായിച്ച് ഇപ്പൊ ചിരിക്കാൻ തുടങ്ങും. അത് കണ്ട് ഹീറോ ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് എന്റെ ബുക്ക് തിരിച്ചതാ.
ചപ്രത്തലൻ ഉടനെ അവന്റെ പവർ ഉപയോഗിച്ച് ആ ബുക്ക് തന്നെ കത്തിച്ചു കളയും. എന്നിട്ട് ആ കൈ വെച്ച് ഇപ്പൊ ഹീറോയുടെ ഷോൾഡർ പിടിക്കും. ഹീറോ വേദന എടുത്ത് നോ എന്ന് പറഞ്ഞ് അലറിക്കരയും. അതിനാ ചപ്രത്തലയും പറയും, നിന്നെ പോലെ ഇത്രയും വലിയൊരു വിഡ്ഢിയെ ഞാൻ കണ്ടിട്ടില്ല. നീ ഒരു കാരണവശാലും ആ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. അവിടെ സൂപ്പർ പവർ ഉള്ളവർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടൂ. നീ ജനിച്ചപ്പോ തന്നെ നിനക്ക് സൂപ്പർ പവർ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇതുവരെ ജീവിച്ചിരുന്നു എന്നതാണ്. നിനക്ക് അന്നേ സൂയിസൈഡ് ചെയ്യാമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവരിപ്പോ പുറത്തേക്ക് പോവും. ഹീറോയ്ക്ക് ഒരുപാട് വിഷമായിട്ട് അവൻ പുറത്തേക്ക് വരും. അപ്പൊ അവൻ കാണും അവിടെ ചെറിയൊരു ഓടയില് നമ്മുടെ ഹീറോയുടെ ഡയറി അത് പകുതി കത്തിയെരിഞ്ഞ് അങ്ങനെ കിടക്കാണ്. അവനത് പതിയെ എടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ചെറുപ്പം മുതലേ അവൻ ആൽവൈറ്റി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോയെ ഒരുപാട് ഇഷ്ടമാണ്. അവന്റെ എല്ലാ വീഡിയോസും ഒന്നുപോലും മിസ് ചെയ്യാതെ അവൻ കണ്ടുകൊണ്ടേയിരുന്നു. പക്ഷെ എന്താ, നമ്മുടെ ഹീറോയെ ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് മാത്രം ഒരു സൂപ്പർ പവർ പോലും ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുക. അത് കേട്ട് ഇപ്പൊ അവന്റെ അമ്മ ടെൻഷനായിട്ട് ഡോക്ടറോട് ചോദിക്കും, ഇവന്റെ പപ്പയെ കൊണ്ട് ഫയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തൂക്കിയെടുക്കാൻ കഴിയും. ഞങ്ങൾക്ക് 2 പേർക്കും സൂപ്പർ പവർ ഉണ്ട്. പിന്നെങ്ങനെ ഞങ്ങളുടെ മകന് സൂപ്പർ പവർ കിട്ടാതായി? അതിന് ഡോക്ടർ പറയും, സാധാരണ സൂപ്പർ പവർ ഉണ്ടെങ്കിൽ അത് 4 വയസ്സിൽ തന്നെ തിരിച്ചറിയാൻ കഴിയും. പക്ഷെ ഇവന്റെ ബോഡിയിൽ അങ്ങനെയുള്ള യാതൊരു സിംറ്റംസും ഇല്ല. അത് മാത്രമല്ല, സൂപ്പർ പവർ ഉള്ളവരുടെ കാലിന് ഇവിടെ ഒരു ബെൻഡ് കാണും. ഇവന്റെ കാല് അത് സ്ട്രെയിറ്റ് ആണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഇവനെ കൊണ്ട് ഒരു സൂപ്പർ ഹീറോ ആവാൻ കഴിയില്ല. ഹീറോയുടെ നെഞ്ച് തകർന്ന് അവനിപ്പോ വീട്ടിലേക്ക് വരും. അവന്റെ അമ്മയ്ക്കാവട്ടെ ഒരുപാട് വിഷമമാണ്. കാരണം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സൂപ്പർ ഹീറോ ആയി മാറുക എന്നതാണ്. അവൻ വീട്ടിൽ വന്ന് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സൂപ്പർ ഹീറോയുടെ വീഡിയോസ് അത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു സൂപ്പർ ഹീറോ ആൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ചിരിച്ചുകൊണ്ടായിരിക്കും അതിനെ മുഴുവൻ ഫേസ് ചെയ്യുക. ആ ഒരു സൂപ്പർ ഹീറോയെ നോക്കി അവൻ കരഞ്ഞുകൊണ്ട് ചോദിക്കും, എനിക്ക് എന്തെങ്കിലും ഇവനെ പോലെ ഒരു സൂപ്പർ ഹീറോ ആയി മാറാൻ കഴിയോ അമ്മേ? അത് കേട്ട് ഇപ്പൊ അവന്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് അവർ 2 പേരും ഇപ്പൊ പൊട്ടിക്കരയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചെക്കൻ അതൊക്കെ ഓർത്ത് ഒരുപാട് സങ്കടത്തിൽ വിളിച്ചു പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു സൂപ്പർ ഹീറോ ആവും. അവൻ അങ്ങനെ ഇപ്പൊ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് മുൻപോട്ട് ഹായ് ആയിട്ട് നടക്കാണ്. അപ്പോ ഒരു മോൺസ്റ്റർ അത് ചാടി വീണ് ഇപ്പൊ അവനെ കടിച്ചു പറിക്കാൻ തുടങ്ങും. ഹീറോ അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് അതിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. മോൺസ്റ്റർ ഇപ്പോ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അവനെ കൊല്ലാൻ തുടങ്ങുകയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് ആൽമൈറ്റ് സൂപ്പർ ഹീറോ അവൻ അവിടേക്ക് ചാടി വന്ന് ആ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ഇട്ട് അതിനെ ചവിട്ടി തെറിപ്പിക്കും. ഹീറോ ആവട്ടെ അവൻ ഒരു നോക്ക് ഇപ്പൊ ആൽമൈറ്റ് സൂപ്പർ ഹീറോയെ കാണും. പക്ഷെ അവൻ ഓൾറെഡി ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് തന്നെ അവൻ പതിയെ ഇപ്പൊ ബോധം കെട്ട് താഴെ വീഴും. കുറച്ച് സമയം കഴിയുമ്പോ അവനിപ്പോ ആരോ തട്ടി വിളിക്കും. അവൻ കണ്ണു തുറക്കുമ്പോ ആ ഒരു ആൽമൈറ്റി സൂപ്പർ ഹീറോ എക്സൈറ്റഡ് ആയിട്ട് ഇപ്പൊ പേടിച്ചു വിറച്ച് പുറകോട്ട് പോവും. ആൽമൈറ്റി എന്തൊക്കെയോ ചളിയൊക്കെ പറഞ്ഞ് ഇപ്പൊ ഹീറോയെ കൂളാക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ ഇപ്പോഴും പേടിച്ചിരിക്കുകയാണ്. ആൽമൈറ്റി ഉടനെ കുപ്പിയിലടച്ച ആ ഒരു മോൺസ്റ്ററിനെ കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോ നമ്മുടെ ഹീറോയ്ക്ക് അല്പൊരാശ്വാസം കിട്ടും. നമ്മുടെ ചെക്കൻ അവന്റെ ബുക്ക് എടുത്ത് ഒരു ഓട്ടോഗ്രാഫിന് വേണ്ടി നീട്ടുമ്പോഴേക്കും സൂപ്പർ ഹീറോ ഓൾറെഡി അവനിപ്പോ ഓട്ടോഗ്രാഫ് കൊടുത്തിട്ടുണ്ടാവും. സൂപ്പർ ഹീറോ അവനെ തൂക്കിയെടുത്ത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോവും. എനിക്ക് അത്യാവശ്യമായിട്ട് ഈ ക്രിമിനലിനെ പോലീസിൽ ഏൽപ്പിക്കണം, നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞ് അവന് ടാറ്റാ ബൈ ബൈ കൊടുത്ത് ഇപ്പൊ സൂപ്പർ ഹീറോ ആവട്ടെ അവിടുന്ന് ചാടി ചാടി പോവും. അപ്പൊ ഹീറോ അവൻ പുറകിൽ നിന്ന് വിളിച്ചു ചോദിക്കും, എനിക്ക് ഒരേ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. എനിക്ക് സൂപ്പർ പവർ ഒന്നുമില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് നിങ്ങളെപ്പോലെ ഒരു സൂപ്പർ ഹീറോ ആയി മാറാൻ കഴിയോ? അത് കേട്ട് സൂപ്പർ ഹീറോ ആവട്ടെ അവൻ നൈസായിട്ടൊന്ന് ചിരിച്ച് ഇപ്പൊ വീണ്ടും മുൻപോട്ട് നടക്കും. സൂപ്പർ ഹീറോ കുറച്ചു നേരം ഇപ്പൊ മുൻപോട്ട് നടന്ന് തിരിഞ്ഞ് ഇപ്പൊ നമ്മുടെ ഹീറോയെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.